കഴിഞ്ഞ ദിവസമായിരുന്നു ബിജു സോപാനം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ തനിക്കെതിരെ വന്നിട്ടുള്ള കേസിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തനിക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി ആരെന്നുള്ള പേര് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സംസാരത്തിൽ, ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക, ബിജു സോപാനത്തിനെതിരെ കേസ് കൊടുത്തത് നീലിമ, അതായത് നിഷ സാരംഗ് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. സോ അതിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു കേസിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം പോലീസിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണെല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും. അതിൻ്റെ ഇടയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് സംസാരിക്കാഞ്ഞത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. എന്തുകൊണ്ടിങ്ങനെ കേസ് തനിക്കെതിരെ, അതുപോലെ തന്നെ ആ ശ്രീകുമാർ, അതായത് ശ്രീകുട്ടൻ എന്ന റോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാറിനെതിരെയും കൊടുത്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു എന്താ പറയുക ബിജു സോപാനം, അതായത് ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ബിജു സോപാനം പറഞ്ഞത്. തൻ്റെ പേരിൽ ഒരു തെറ്റോ കാര്യങ്ങളോ ഇത്രയും വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നാടകത്തിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ അഭിനയിച്ചവരോട് ഒരിക്കൽ പോലും ഇത്ര മോശമായിട്ടൊരു പെരുമാറിയോ ഒന്നും തന്നെ തനിക്കെതിരെ കേസ് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നിയമം പറയുന്ന രീതിയിലെല്ലാം സപ്പോർട്ടും ചെയ്യും. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിനും അറിയാം. എൻ്റെ കുടുംബത്തിന് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വരുമ്പോൾ എൻ്റെ മോളുണ്ട്, ഭാര്യ, അവർക്കും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇതെല്ലാം കുറിച്ച് പറയണമെന്ന് വെച്ചിട്ട് പോലും ഇത് കേസ് നടക്കുകയാണ്. അപ്പോഴത്തേന് അതിൻ്റെ ഭാഗത്ത് ഞാൻ കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യം, അതായത് നിയമത്തിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വലുതായിട്ട് പറയാൻ പറ്റാഞ്ഞത്. ഈ ഒരു കേസെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നതായിരിക്കും. പക്ഷേ തനിക്കെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ കേസ് കൊടുത്തത് എന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. താൻ ആരുടെ ഇങ്ങനെ മോശമായിട്ട് ഇന്നേ വരെ പെരുമാറിയിട്ടില്ല. ഇത്രയും വർഷത്തെ എന്താ പറയുക നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽ സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്, ആരോടും ഇങ്ങനെ ഒരു മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഫീൽ, അതും പ്രത്യേകിച്ച് ഫാമിലി, മകളുണ്ട്, ഭാര്യയുണ്ട്, അവർക്കെല്ലാം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണണമെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ പോയി കാണാവുന്നതുമാണ്.